everyone, so welcome back to our class. So നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മൾ MS യൂണിവേഴ്സിറ്റിയിലെ MBA ലെ സെക്കൻഡ് സെമ്മിൽ വരുന്ന സബ്ജക്ട് പേപ്പർ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന നമ്മളെ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി യൂണിറ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഹ്യൂമൻ റിസോഴ്സ്, അതെങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. ഓക്കെ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്? നമുക്കറിയുന്ന കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് മീൻസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെന്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ വരുന്ന കാര്യങ്ങളൊക്കെ, അതായത് എത്രത്തോളം എങ്ങനെ അത് പ്ലാൻ ചെയ്യണം, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം, ഇന്ന കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇവിടെ ഒരാൾ പറയുന്നുണ്ട്, E.W. വെൽട്ടർ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, human resource planning is the process of by which a management determines how an organization should move from current manpower position to the desired manpower position. Okay, ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ആഗ്രഹിക്കുന്നുണ്ട്? പ്രൊമോഷൻസ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? നമ്മളെ കറന്റ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എപ്പോഴാണോ നമ്മളെ ഡിസയേർഡ് പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്നു, ആ ഒരു പ്ലാനിങ്, ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് കാര്യം എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിലൂടെ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ വരുന്നത് നോക്കാം. ഇവിടെ കുറച്ച് സ്റ്റെപ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, അനലൈസ് ബിസിനസ് പ്ലാൻ ടു എസ്റ്റാബ്ലിഷ് ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെന്റ്. എന്താണ്? നമ്മളെ ബിസിനസ്സിൽ വരുന്ന, ഫ്യൂച്ചറിൽ വരുന്ന ബിസിനസ് പ്ലാനുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യപ്പെടുക. രണ്ടാമത്തെ എന്താ പറയുന്നത്? എസ്റ്റിമേറ്റ് ദ ഫ്യൂച്ചർ HR അവൈലബിലിറ്റീസ്. എന്തൊക്കെയാണ് പറയുന്നത്? നമ്മളെ ഹ്യൂമൻ റിസോഴ്സിൽ വരുന്ന, ഫ്യൂച്ചറിൽ വരുന്ന എന്തൊക്കെ അവൈലബിലിറ്റീസ് കാര്യങ്ങളുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? എസ്റ്റിമേറ്റ് ചെയ്യപ്പെടണം. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് പറയുന്നത് എന്താ? റിക്കൺസിൽ റിക്വയർമെന്റ് ആൻഡ് അവൈലബിലിറ്റി. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ അവൈലബിലിറ്റീസ്, അതിന്റെ റിക്വയർമെന്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? റീകൺസിൽ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ, ഫോർമുലേറ്റ് ആക്ഷൻ പ്ലാൻ. പിന്നെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആക്ഷൻ പ്ലാനിലേക്ക് ഫോർമുലേറ്റ് ചെയ്യപ്പെടുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ആയിട്ട് പറയുന്നതാണ് കോൺട്രിബ്യൂട്ട് അച്ചീവ്മെന്റ് ഓഫ് ദ ബിസിനസ് പ്ലാൻ ആൻഡ് ദ ഫ്യൂച്ചർ ഓർഗനൈസേഷൻ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ബിസിനസ്സിൽ പ്ലാൻ എന്ത് ചെയ്യണം? നമ്മൾ അച്ചീവ് ചെയ്യണം. ആൻഡ് ആൾസോ എന്താണ്? ഇതിലൂടെ എന്ത് ചെയ്യും? ഫ്യൂച്ചർ ഓർഗനൈസേഷൻസ് എത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ആയിട്ട് പറയുന്നതാണ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ ഉള്ളത്? നമുക്ക് നോക്കാം. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, കമ്പോണൻസ് ഓഫ് കോർപ്പറേറ്റ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ ഒരു കമ്പോണന്റ് തന്നെയാണ്. സെക്കൻഡ് വൺ ആയിട്ട് പറയുന്നതാണ് കണ്ടിന്യൂസ് പ്രോസസ്. നമുക്ക് അറിയുന്ന കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഫ്യൂച്ചർ ഓറിയന്റഡ് അല്ലേ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും എന്താണ്? ഭാവിയിലേക്കാണ് അത് എന്ത് ചെയ്യണം? നോക്കി കാണുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് ഫ്യൂച്ചർ ഓറിയന്റഡ്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? ഇറ്റ് ഈസ് എ കമ്പോണന്റ് ഓഫ് അക്വിസിഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഫോക്കസ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസിനെയും അതുപോലെ ക്വാളിറ്റേറ്റീവ് ഡാറ്റാസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ആൾസോ ഇറ്റ് ഫോക്കസ് ഓൺ ഗോൾ. ആ ഒരു ഗോളിൽ മാത്രം ലക്ഷ്യം വെക്കുന്ന ഒന്നുകൂടെയാണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ എ ഡൈനാമിക് പ്രോസസ്. ഡൈനാമിക് ആയിട്ടുള്ള പ്രോസസ് ആണ് എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ പറയുന്നത്. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓറിയന്റഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ഒരു ടൈം ഫ്രെയിം, ഒരു വിത്തിൻ ദ ഒരു സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുന്ന ഒന്നാണ് എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ ഇറ്റ് എൻഷുർ പ്രൊഡക്ടിവിറ്റി. അതെന്ത് ഉണ്ട്? പ്രൊഡക്ടിവിറ്റി എൻഷുർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്? ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഏത് പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഫോക്കസ് ഓൺ ഒബ്ജക്റ്റീവ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു ഒബ്ജക്റ്റീവിനെ ഫോക്കസ് ചെയ്യണം. പിന്നെ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് അക്വിസിഷൻ. നമ്മൾ എന്ത് ചെയ്യണം? ഹ്യൂമൻ റിസോഴ്സ് അക്വിസിഷൻ, അതായത് മെയിൻലി നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഫോം ഓഫ് കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? അക്വയർ ചെയ്യപ്പെടേണ്ടത്. ഓക്കെ, പിന്നെ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ കോസ്റ്റ് എങ്ങനെയൊക്കെ മിനിമൈസ് ചെയ്യണം എന്ന് നോക്കണം. ഓക്കെ, അതുപോലെ നമുക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി കിട്ടും. നമ്മൾ നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ഓർഗനൈസേഷനിൽ നല്ല രീതിയിലുള്ള ഒരു
എന്ത് ചെയ്യും, പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്, അൺസർട്ടനിറ്റി റെഡ്യൂസ് ചെയ്യപ്പെടാം. പിന്നെന്താണ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഓക്കെ, ദെൻ ഹ്യൂമൻ റിസോഴ്സ് എന്ത് ചെയ്യാം, മെയിൻ്റനൻസ് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ റെഡിനെസ് ടു ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചിനെ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ആൾസോ ഇതെന്താണ്, ഒരു എൻവയോൺമെന്റൽ അഡാപ്റ്റേഷനും കൂടെയാണ്. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞു. ആൻഡ് ആൾസോ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്ന ടോപ്പിക്കാണ് മേജർ ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. എന്തൊക്കെയാണ് മേജർ ആക്ടിവിറ്റീസിൽ വരുന്നത്? ഫസ്റ്റ് നമ്മൾ ചെയ്യുക, അനലൈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഹ്യൂമൻ റിസോഴ്സ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ബൈട്ട് നമ്മൾ അനലൈസ് ചെയ്യപ്പെടും. ദെൻ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുക, ഫോർകാസ്റ്റ് ദ ഹ്യൂമൻ റിസോഴ്സ് ഡിമാൻഡ്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡിമാൻഡ് എന്ത് ചെയ്യും, ഫോർകാസ്റ്റ് ചെയ്യപ്പെടും. ദെൻ പ്രിപ്പയറിംഗ് ദ പ്രസന്റ് HR ഇൻവെന്ററി. ഹ്യൂമൻ റിസോഴ്സ് ഇൻവെന്ററി നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടി എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യപ്പെടും. നെക്സ്റ്റ് വൺ എന്താ, ആന്റിസിപ്പേറ്ററി ദ ഹ്യൂമൻ റിസോഴ്സ് പ്രോബ്ലം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഹ്യൂമൻ റിസോഴ്സ് പ്രോബ്ലം എന്ത് ചെയ്യും, അത് ആന്റിസിപ്പേറ്റ് ചെയ്യപ്പെടും. ആൻഡ് ദ ലാസ്റ്റ് വൺ ആണ് പ്ലാനിങ് ദി നെസസറി പ്രോഗ്രാം. നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യപ്പെടും, പ്ലാൻ ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്, നമ്മളെ മേജർ ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഒരു ടേം ആണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ അത് എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക എന്നൊക്കെ ഉള്ളത്, അനലൈസ് ചെയ്യുക, അത് എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുക എന്നുള്ളതിൻ്റെ കുറച്ച് മെത്തേഡ്സുകളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് നമ്മൾ സർവേ മെത്തേഡ് യൂസ് ചെയ്യും, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെൽഫി മെത്തേഡ് യൂസ് ചെയ്യും, പിന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, ഇപ്പോൾ കോറിലേഷൻ, റിഗ്രഷൻ അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലൂടെ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അനാലിസിസ് ടെക്നിക്കാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയും. ഓക്കെ, സോ ഈ മെത്തേഡിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യപ്പെടുക. ഓക്കെ, ആൻഡ് ആൾസോ ഇവിടെ പറയുന്നുണ്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നന്നായി അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, അതുപോലെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, നമ്മളെ കോർപ്പറേഷൻ പ്ലാന്, സക്സഷൻ പ്ലാനുകൾ, അതുപോലെ മാൻ പവറിലുള്ള അവൈലബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യണത്, ഹ്യൂമൻ റിസോഴ്സ് ഡിമാൻഡിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ്, നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫോർകാസ്റ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് സപ്ലൈ. ഓക്കെ, ഒരു ഹ്യൂമൻ റിസോഴ്സ് സപ്ലൈ ഫോർകാസ്റ്റ് ചെയ്യാനുള്ള സോഴ്സസ് ഓഫ് സപ്ലൈ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇന്റേണൽ സപ്ലൈ, സെക്കൻഡ് വൺ എക്സ്റ്റേണൽ സപ്ലൈ ആണ്. ഓക്കെ, ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ബേസ്ഡ് ഓൺ അസസ്മെന്റ് ഓഫ് സ്കില്ല്, നമ്മളെ എബിലിറ്റി, നമ്മളെ എക്സ്പീരിയൻസ്, നമ്മളെ കരിയർ, നമ്മളെ നോളജ്, നമ്മളെ എക്സ്പെക്ടേഷൻ, ഇതൊക്കെ നോക്കുന്നതാണ് ഏതിൽ പറയുന്നത്, ഇന്റേണൽ സോഴ്സസ് ഓഫ് സപ്ലൈയിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആയിട്ട് പറയുന്നതാണ് എക്സ്റ്റേണൽ സോഴ്സ്. ഓക്കെ, എക്സ്റ്റേണൽ സോഴ്സിൽ ഏതൊക്കെ വരുന്നത്, നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇപ്പൊ എന്തൊക്കെ പറയാ, കോളേജ്, യൂണിവേഴ്സിറ്റീസ്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതേപോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ലേബർ മാർക്കറ്റ്, ഇതൊക്കെ പറയുന്നതാണ് ഏതിൽ പറയുന്നത്, എക്സ്റ്റേണൽ ആയിട്ട് സോഴ്സസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ടോപ്പിക്കാണ് പ്രിപ്പറേഷൻ ഓഫ് ആക്ഷൻ പ്ലാൻ. എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യും നോക്കാം. രണ്ട് ടൈപ്പിലാണ് നമ്മൾ ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, ഇന്റേണൽ ആക്ഷൻ പ്ലാനും ഉണ്ട്, എക്സ്റ്റേണൽ ആക്ഷൻ പ്ലാനും ഉണ്ട്. ഓക്കെ, ഇന്റേണൽ ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ജോബ് ഡിസൈൻ, നമ്മളെ ജോബ് അസൈൻമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളെ ട്രെയിനിങ്, നമ്മളെ കരിയർ പ്ലാനിങ്, ഇതൊക്കെ നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്താം. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന നമ്മളെ ലേബർ മാർക്കറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പുറത്തുനിന്നുള്ള നമ്മൾ പുതിയ ഔട്ട്സൈഡ് സോഴ്സസ് ഒക്കെ നോക്കുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്, ഈ ഒരു രീതിയിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ഹ്യൂമൻ റിസോഴ്സ് ഇൻവെന്ററി. ഓക്കെ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഇൻവെന്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് ഇൻവെന്ററി എന്താ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് ഇൻവെന്ററി ആണ് പറയുന്നത്. ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഇൻവെന്ററി involve the information of all the employees working in the organization. അതായത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെ എല്ലാ ഡീറ്റെയിൽസും എന്തിലുണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് ഇൻവെന്ററിയിൽ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ അതിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാളെ ഏജ് ആയാലും, ഒരാളെ എഡ്യൂക്കേഷൻ ആയാലും, അയാളെ വർക്ക് എക്സ്പീരിയൻസ്, അയാളെ ട്രെയിനിങ്, സ്കില്ല്, ഓക്കെ, എബിലിറ്റി, നോളജ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് ഇൻവെന്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരു ടോപ്പിക്കാണ് സക്സഷൻ പ്ലാനിങ്. എന്താ സക്സഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ്
ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ നീഡ്സ് ഓഫ് മാനേജറൽ ലെവൽ വർക്ക് ഫോഴ്സ്. ഓക്കെ, അതെന്താണ്? നമ്മൾ മാനേജറൽ ഫ്യൂച്ചർ ലെവലിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ വർക്ക് ഫോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരുപാട് എന്ത് ചെയ്യാണ്, മാറ്റങ്ങൾ കൊണ്ടുവരിക. അതായത് പുതുതായിട്ടുള്ള ഒരുപാട് എന്ത് ചെയ്യാണ്, കാര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, എത്രത്തോളം നമ്മൾ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് പ്ലാൻ ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സക്സഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് ദ ഗൈഡ് ലൈൻസ് ടു ദ മാനേജ്മെന്റ് ഐദർ റിക്രൂട്ട് ന്യൂ എംപ്ലോയി ഓർ ഇന്റൻസിഫൈ ദ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനോട് കൂടിയിട്ട് പുതിയൊരു എംപ്ലോയിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യപ്പെടുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പുതുതായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസുകൾ കൊണ്ടുവരെ ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് സക്സഷൻ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ഇനി കുറച്ച് സ്റ്റേജസ് നോക്കാം. അറ്റ് ലാസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന കാര്യമാണ് ദ സ്റ്റേജസ് ഓഫ് സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് സ്റ്റേജ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ അപ്ലിക്കേഷൻ എടുക്കുകയാണ് ചെയ്യുക അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, അപ്ലിക്കേഷൻസ് എന്ത് ചെയ്യും, അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് അവർ ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നീട് നമ്മൾ നടത്തപ്പെടുന്നതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതായത് എന്താണ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ, ഒരു റിക്രൂട്ടിംഗ് സെലക്ഷൻ പ്രോസസ്സ് തന്നെയാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. നമുക്ക് തന്ന അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്തെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്ക്രീനിങ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഇന്റർവ്യൂവിന് വിളിക്കുക. ഓക്കെ, ദെൻ ഇന്റർവ്യൂ നമ്മൾ അവരെ എന്ത് ചെയ്യും, ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കും. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തും, നമ്മൾ റെഫറൻസ് നമ്മൾ എടുക്കും, പിന്നെ നമ്മൾ ഡിസിഷൻ എടുക്കും. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് ജോബ് ഓഫർ അഥവാ കോൺട്രാക്ട് ഒക്കെ കൊടുക്കുക. ദെൻ നമ്മൾ അവരെന്ത് ചെയ്യും, ഓൺ ബോർഡിങ്, അതായത് എന്ത് ചെയ്യുക, നമ്മൾ ഹയർ ചെയ്യപ്പെടും. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യണത്, ഇതിന്റെ സ്റ്റെപ്പുകളായിട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ്, അതിന് ഇമ്പോർട്ടൻസ്, ഓക്കെ, ഫങ്ഷൻസ്, ഓക്കെ, ദെൻ നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് സക്സഷൻ പ്ലാനിങ് എന്താന്ന് പഠിച്ചു. അതുപോലെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്താ നമ്മൾ പഠിച്ചു. ഓക്കെ, ദെൻ നമ്മൾ എങ്ങനെയാണ് ഒരു സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എന്താ നമ്മൾ നോക്കി. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ താങ്ക് യു.